ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായ ഒരു വിഷയം ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന ചോദ്യം ഉയർന്നതാണ്. ഒപ്പം തിരഞ്ഞെടുപ്പിൻ്റെ അന്നു തന്നെ ഇ.പി. ജയരാജൻ്റെ ഒരു പ്രസ്താവനയും താൻ ബി.ജെ.പിയിലേക്ക് പോകുവാൻ ശ്രമിച്ചിട്ടില്ല, പക്ഷേ പ്രകാശ് ജാവേദ്കറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. തൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാൾ ദിവസത്തിൽ മകൻ്റെ ഫ്ലാറ്റിലേക്ക് അദ്ദേഹം എത്തുകയും താനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഉടനടി പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം, ഇ.പി. ജയരാജൻ്റെ ചെറുമകൻ്റെ പിറന്നാൾ അന്നായിരുന്നുവെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? ഒപ്പം ഇ.പി. ജയരാജനുമായി പ്രകാശ് ജാവേദ്കർ ചർച്ച നടത്തിയെങ്കിൽ പാർട്ടിയോട് എന്തുകൊണ്ട് ഇ.പി. ജയരാജൻ അത് മുൻകൂട്ടി പറഞ്ഞില്ല? ഈ ചോദ്യങ്ങളെല്ലാം കാര്യമായ രീതിയിൽ ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ. വോട്ടെടുപ്പിൻ്റെ അന്നും മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നതും ഇതേ വിഷയമായിരുന്നു. ഇതെല്ലാം ഇടത് വോട്ട് ബാങ്കുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇടത് സഹയാത്രികർ വിശ്വസിക്കുന്നത്. CPM ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇ.പിയുടെ ഭാഗത്ത് തെറ്റില്ല, അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കാമെന്ന്. ഒപ്പം LDF കൺവീനർ സ്ഥാനത്തിനും ഒരു ഭംഗവും സംഭവിച്ചില്ല. യാതൊരു നടപടിയും ഇ.പി. ജയരാജനെതിരെ CPM സ്വീകരിച്ചില്ല. ഈ വിഷയത്തിൽ CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കും കാര്യമായ പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. ഇ.പി. ജയരാജൻ്റെ വിഷയം ബാധിച്ചത് കേവലം CPMനെ മാത്രമല്ല, LDF എന്ന മുന്നണിക്ക് മുഴുവനാണ് എന്നാണ് CPI അടക്കമുള്ള ഇടത് ഘടകകക്ഷികൾക്ക് പറയുവാനുള്ളത്. കേരള കോൺഗ്രസ് എമ്മും അതുതന്നെയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതലുള്ള ഈ പ്രസ്താവനകൾ ഇടതുപക്ഷത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPMൻ്റെ തീരുമാനത്തിൻ്റെ മുകളിൽ LDF മുന്നണി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുവാനാണ് CPIയും മറ്റ് ഘടകകക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ വ്യക്തതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടത് സഹയാത്രികരും ഘടകകക്ഷികളും. ഇതിൽ CPM എന്തു മറുപടി നൽകുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇ.പി. ജയരാജനെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ് CPM എന്ന തരത്തിലേക്കുള്ള വാർത്തകളും കാര്യമായ രീതിയിൽ നവമാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും പ്രചരിച്ചതോടുകൂടി CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കും കാര്യമായ അമർഷവും CPMനോടുണ്ട്. ചർച്ച കൊഴുക്കുമ്പോൾ, കാര്യമായ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ, ഇ.പി. ജയരാജനെതിരെ നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിലേക്ക് ഘടകകക്ഷികൾ എത്തി നിൽക്കുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMും സ്വീകരിക്കുവാൻ പോകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവിടെയും അവസാനിച്ചില്ല. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല അടക്കം കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. അത് CPMനെ അല്ല, LDFനെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. അദ്ദേഹം CPMൻ്റെ കൺവീനറല്ല, LDFൻ്റെ കൺവീനറാണ് എന്നും അവർ ബോധ്യപ്പെടുത്തുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശക്തമായ ഭാഷയിലാണ് ഇ.പി. ജയരാജൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ ഇ.പി. ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എൻ്റെ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റും കാര്യമായ രീതിയിൽ ഈ വിമർശനത്തിനെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ശക്തമായ ചർച്ചയ്ക്ക് വിധേയമായ ഇ.പി. ജയരാജൻ വിഷയത്തോടുകൂടി ഇടതുപാളയങ്ങളിൽ വിള്ളലുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട ഒന്നു തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകും എന്ന വാർത്തകളും കൂടെ പ്രചരിച്ച ഒന്നാണ്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. ഇനി ഇ.പി. ജയരാജൻ എന്ത് നടപടി സ്വീകരിക്കുന്നു? അതല്ല, ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. കണ്ടറിയാം എന്താണ് LDFൽ ഉണ്ടാകുവാൻ പോകുന്ന അടുത്ത നീക്കമെന്ന്.